100 കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി എം.ആർ. വിജയഭാസ്കർ തൃശൂരിലെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായി. വ്യാജരേഖയുണ്ടാക്കി 100 കോടിയോളം രൂപയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് പ്രതിയെ CBCID അറസ്റ്റ് ചെയ്തത്. അണ്ണാ DMKയുടെ മുതിർന്ന നേതാവായ വിജയഭാസ്കർ കഴിഞ്ഞ എടപ്പാടി പളനിസ്വാമി സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. സുവി വിശ്വനാഥൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുവി, എപ്പോഴായിരുന്നു മുൻ മന്ത്രിയെ പിടികൂടിയത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തമിഴ്നാട്ടിൽ ഏറെ വാർത്താ കോളിളക്കം ഉണ്ടാക്കിയ സംഭവമായിരുന്നു 100 കോടിയുടെ ഭൂമി തട്ടിപ്പ്. ഈ ഭൂമി തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ അവിടുത്തെ മുൻ ഗതാഗത മന്ത്രിയായിരുന്ന വിജയഭാസ്കർ അറസ്റ്റിലായിരിക്കുന്നത്. കേരളത്തിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരിൽ പീച്ചിയിൽ അദ്ദേഹം ഒളിവ് സങ്കേതത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം വിജയഭാസ്കറും അദ്ദേഹത്തിന്റെ ഒരു അനുയായിയും കൂടെ പീച്ചിയിലെ ഒരു വാടക വീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്നാണ് വിവരം. കേരളത്തിലേക്ക് വിജയഭാസ്കർ കടന്നിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CBCID ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. CBCIDക്ക് ഇത് സംബന്ധിച്ച് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ആ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കേരളത്തിലുടനീളം പരിശോധനയും അന്വേഷണവും നടത്തിയിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ വിജയഭാസ്കർ പിടിയിലായിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 ഇവരെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. 100 കോടിയുടെ ഭൂമി തട്ടിപ്പാണ് ഈ വിജയഭാസ്കറിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. വ്യാജരേഖയുണ്ടാക്കി കരൂർ സ്വദേശിയായ ഒരാളുടെ കൈവശം നിന്ന് 100 കോടിയോളം വരുന്ന ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ആ കേസിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു ഈ വിജയഭാസ്കർ. അന്നാണ് ഈ സംഭവത്തിന്റെ ഒരു സംഭവം ഉണ്ടാവുകയും പരാതി ഉയർന്നു വരികയും ചെയ്തത്. ഏതായാലും തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസാണ് ഈ 100 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് എന്ന് പറയുന്നത്. അതിലാണ് തമിഴ്നാട്ടിലെ ഒരു മുൻ മന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ വെച്ചാണ്. കേരളത്തിലെ തൃശ്ശൂരിൽ പീച്ചിയിൽ വെച്ചാണ് അദ്ദേഹം ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ തമിഴ്നാട്ടിൽ വലിയ വാർത്താ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. മുൻ മന്ത്രിയാണ്. 100 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഇതിലിപ്പോൾ ഈ തമിഴ്നാടിൻ്റെ അതിർത്തി സംസ്ഥാനം എന്ന നിലയിൽ ഒരു സുരക്ഷിത താവളം തേടി അദ്ദേഹം എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെയോ ഈ തൃശ്ശൂരിലേക്ക് എത്താൻ കൃത്യമായ മറ്റെന്തെങ്കിലും കണക്ഷനുകൾ ഈ മന്ത്രിക്കുണ്ടായിരുന്നോ? അങ്ങനെ വല്ല സൂചനയും ലഭിച്ചോ? എങ്ങനെയാണ് ഈ മന്ത്രി ഇവിടെയുണ്ട്, മുൻ മന്ത്രി ഇവിടെയുണ്ട് എന്നൊക്കെ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ സുവി? അഭിലാഷ്, അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. നമുക്കറിയാൻ സാധിക്കുന്നത് ഈ വിജയഭാസ്കർ എന്ന മന്ത്രി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് കാണാതായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ചില ബന്ധങ്ങൾ ഉള്ളത് കേരളത്തിൽ ആണ് എന്ന സൂചനകൾ CBCIDക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി CBCID നിരന്തരം അന്വേഷണത്തിലായിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ തൃശ്ശൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. പീച്ചി പോലീസ് ആണ് അദ്ദേഹത്തെ പിടികൂടാൻ സഹായിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പീച്ചി പോലീസ് പിടികൂടി ഇന്ന് രാവിലെ കോടതിയിലും ഹാജരാക്കിയ ശേഷം ഇപ്പോൾ വിജയഭാസ്കറിനെയും അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി കൂടെ ഒപ്പം അറസ്റ്റിലായിട്ടുണ്ട്. അയാളെയും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് സംഘം തിരിച്ചിട്ടുള്ളത്. അഭിലാഷ്, തമിഴ്നാട് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കേരളത്തിൽ ഒളിവിൽ താമസിച്ചിരുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹത്തെ പിടികൂടിയത്. 100 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ ആണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. സുബി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.